കാരണം ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മേഖലയാണ് മെഡിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ സകല മേഖലകളിൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ഈ മാനസിക ആരോഗ്യ പരിഗണന. ഏറ്റവും പ്രധാനം ഒരു എൻട്രൻസ് മേഖലയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യം എന്താണ്? നിശ്ചയം വെറുതെ പോരാ, തീരുമാനം പോരാ, അത് ദൃഢമാകണം. ജൂൺ മുതൽ ക്ലാസ്സുകളൊക്കെ ഇരുന്നു, പക്ഷെ ഡിസംബർ ആകുമ്പോഴേക്കും ഇവർ അനാവശ്യമായിട്ട് ഇവരെക്കുറിച്ച് ഒരു അസസ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ട് ക്യൂരിയസ് ആയിട്ട് പഠിക്കാൻ പറ്റണം. വേസ്റ്റിംഗ് ടൈം ബോധപൂർവമല്ലേ പോലും അറിഞ്ഞും അറിയാതെയും വേസ്റ്റ് ചെയ്യുന്ന സമയം. അപ്പം മറവി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു പ്രായത്തിൽ വരില്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഫയലിംഗ് ചെയ്ത് വേണം കിടന്നുറങ്ങാൻ തൊട്ട് മുമ്പ് സിസ്റ്റമാറ്റിക് ഇന്ന് ഞാൻ എന്താ പഠിച്ചത്, എന്തൊക്കെയാണ് ഒന്ന് ചിട്ടപ്പെടുത്തണം. ഹായ് ഓൾ. നീറ്റ്, JEE രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളിലൂടെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രവേശന സാധ്യതകൾ വിലയിരുത്താനായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ബെർലിനിലൂടെ തയ്യാറെടുക്കുന്നത്. ഞങ്ങൾ മറ്റൊരു അധ്യായത്തിലൂടെ കടക്കുകയാണ്. എൻട്രൻസ് എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു സ്മാർട്ട് വർക്ക്, മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യം ഞങ്ങളുടെ ക്യാമ്പസുകളിലെല്ലാം ഏറ്റവും മുന്തിയ കൗൺസിലേഴ്സാണ് അത് ഗൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കുമായി മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ എപ്പിസോഡും ഇനി വരുന്ന എപ്പിസോഡുകളും. നമ്മളെ നയിക്കുന്നത് ഡോക്ടർ ഐസക് തോമസ്, ബെർലിനിൻ്റെ കൗൺസിലിംഗ് ടീമിൻ്റെ ഹെഡ്. സാർ, സ്വാഗതം. 2026 ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസുകളെല്ലാം JEE, നീറ്റ്, ധാരാളം എക്സാമുകൾ വരികയാണ്. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി മുതൽ നമ്മളുടെ സ്ട്രീമിലുണ്ട് താനും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ എൻട്രൻസുകൾക്കും ഒരു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വർക്കിൻ്റെ പ്രാധാന്യം വളരെ വലുതല്ലേ? അതെ, ശിവസാറ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യം അതിപ്പോൾ എല്ലാ മേഖലയിലും, എൻട്രൻസ് എക്സാമിന് മാത്രമല്ല സാറേ, എല്ലാ മേഖലയിലും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ഈ മാനസിക ആരോഗ്യ പരിഗണന. അത് പരിപാലിക്കേണ്ടതിൻ്റെ അത്യാവശ്യം, പ്രത്യേകിച്ചും നമ്മൾ ഏറ്റെടുക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളിൽ അതിൽ കാട്ടേണ്ട കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു തയ്യാറെടുപ്പ്, മനസ്സിൻ്റെ ഒരുക്കം അത് എത്ര കണ്ട് മികച്ചതാണോ അത്ര കണ്ട് നമുക്ക് സമാധാനം കിട്ടും. തീർച്ചയായിട്ടും ഒരു മനസ്സമാധാനമില്ലാതെ മുമ്പോട്ട് പോയാൽ നമുക്ക് എനർജി മിസ്സാവും. എനർജി മിസ്സായാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഡ്രീമിനെയാണത് ബാധിക്കുന്നത്. എല്ലാവരെയും മുമ്പോട്ട് നയിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് ഒരു ഡ്രീമാണ്. ആ ഡ്രീമിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സാണ് ഈ പറയുന്ന മനസ്സമാധാനവും എനർജിയും. ഒരു പക്ഷേ നമുക്ക് പ്രായം കൊണ്ട്, അനുഭവ പരിചയം കൊണ്ട് കുറേയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മളുടെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു 16, 17, 18 വയസ്സിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പം അവർ പല ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിനനുസരിച്ച് അവരുടെ ഡ്രീമിലോട്ട് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക, ഉത്കണ്ഠ എന്ന് പറയുന്നത് എപ്പോഴും അവർ പലതരത്തിലാണ് പ്രകടിപ്പിക്കാറുള്ളത്, പലതരത്തിലാണ് അതിനെ ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനം ഒരു എൻട്രൻസ് മേഖലയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യം എന്താണ്? തീർച്ചയായിട്ടും നല്ലൊരു കൺസേൺ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണനയുള്ള ഒരു ചോദ്യമാണ് സാറിപ്പോൾ എന്നോട് ചോദിച്ചത്. ശിവ സാറേ, അതായത് സത്യത്തിൽ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതല്ല, ഏതൊരു ജീവിത വിജയത്തിലും പാലിക്കേണ്ടതാണെങ്കിലും എൻട്രൻസിൽ മുഖ്യമായും പങ്കുവഹിക്കുന്ന ഒരു 8 Ds ഉണ്ട്. സാറ് ഡ്രീമിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഡ്രീം എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്നത് ഒരു 8 Dകളുടെ ഫോളോയിങ്ങിലൂടെയാണ്. അതിലാദ്യത്തേത് ആരംഭിക്കുന്നത് ഡിസയർ തന്നെയാണ്, ആഗ്രഹം. അതൊരു തീവ്രമായ രീതിയിൽ ഒരു കുട്ടിയിൽ ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു തീവ്രമായ ഒരു ആഗ്രഹം ജനിക്കാൻ പല ഫാക്ടേഴ്സ് ഉണ്ടാവാം, ഏത് പ്രായത്തിലും ഉണ്ടാവാം. പക്ഷേ ചെറുപ്രായത്തിൽ തുടങ്ങിയ ഒരു ആഗ്രഹമാകണമെന്നില്ല. പക്ഷേ അല്പം കൂടി മുതിർന്ന് വന്ന് ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോൾ 10ാം ക്ലാസ് പലരോടും ചോദിക്കുമ്പോൾ കൗൺസിലിംഗ് വരുമ്പോൾ പറയുക, ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, എപ്പോഴാണ് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത്, അത് തീവ്രമാണോ എന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട് 10ാം ക്ലാസ്സിലായപ്പോഴാണ്, അല്ലെങ്കിൽ 12th
ഉണ്ടായപ്പോഴാണ്. ചെറുപ്പം മുതലേ എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ പോലും പക്ഷെ അന്ന് ഉണ്ടായിരുന്ന ആഗ്രഹം ഒക്കെ വിട്ട് ഇവിടം വരെ എത്തി. അപ്പോൾ ഇത് വളരെ സീരിയസ് ആണ്, ജീവിതത്തെ തന്നെ നിർണായകമായി സ്വാധീനിക്കുന്ന. +2 കഴിഞ്ഞ് അവരെടുക്കുന്ന ഒരു കോഴ്സാണല്ലോ. അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് പല രീതിയിൽ അവരൊരു ആഗ്രഹം സെറ്റ് ചെയ്ത് ഒരു ഇൻറ്റൻസീവായ അംബീഷൻ സെറ്റ് ചെയ്ത് വരുവാണ്. അപ്പം ഫസ്റ്റ് ഡി ഡിസയറാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിൽ നമ്മുടെ ആഗ്രഹം എത്ര തീവ്രമാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക. വളരെ കറക്റ്റ്, വളരെ ശരി. അങ്ങനെയെങ്കിൽ ഈ ഡ്രീം ഡിസയർ സെറ്റ് ചെയ്തെങ്കിൽ അവർക്ക് വേണ്ടത് ഡിസിഷനാണ്, തീരുമാനമാണ്. ഇനി എന്ത് ആ ഡിസയറിനനുസരിച്ച് എത്താൻ അവർക്ക് ഈ വേണ്ട ഒരു ഡിസിഷൻ വേണം. ആ ഡിസിഷൻ, ഒരു തീരുമാനം ഒരാൾ എടുത്തു, ആ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഒരു ക്ലാരിറ്റിയാണ്, അതിൻ്റെ വ്യക്തതയാണ്. എനിക്ക് വേണ്ടിയിരുന്ന പല കുട്ടികൾക്കും ഇവിടെ എൻട്രൻസിന് ഇപ്പം ബ്രില്യൻറ്റിലടക്കം നമുക്ക് വന്നിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, ചില കുട്ടികൾക്ക് ഒരു വലിയൊരു കൺസേൺ ഉണ്ടാകും, ഞാൻ നീറ്റാണോ ചെയ്യേണ്ടത് അതോ ജെഇയാണോ, അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് കിട്ടിയ മാർക്കിൻ്റെ ഒക്കെ മാനദണ്ഡങ്ങളിൽ ആഗ്രഹങ്ങൾ കൃത്യത ഇല്ല എങ്കിൽ തീരുമാനം എടുക്കുന്നതിലും അത് പ്രകടമാണ്. അപ്പം ഈ തീരുമാനമെടുത്ത് കൃത്യമാണ് എങ്കിൽ പല കുട്ടികളും തീരുമാനങ്ങളിലൊന്നും തീർച്ചയില്ലാതെ വരുമ്പോഴാണ് തീർന്നു പോകുന്നത്. ആ തീരുമാനങ്ങളിൽ വലിയ വ്യക്തതയും ഗൈഡൻസും അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഈ തീരുമാനമെടുത്തെങ്കിൽ ആ തീരുമാനവും ഇതൊക്കെ കോമൺ ആയിട്ട് സംഭവിക്കും. ഡിസയർ, അത് കഴിഞ്ഞ് ഡിസിഷൻ, അതാണല്ലോ അതിൻ്റെ കറക്റ്റ് വഴി. അപ്പം പക്ഷേ അത് ഉണ്ടെങ്കിലും ഒരാൾ വിജയിക്കണമെന്നില്ല. എൻട്രൻസ് എക്സാമിൽ വിജയിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഡിസയറിനനുസരിച്ച് തീരുമാനം എടുക്കുക. അപ്പോൾ ആ എൻട്രൻസ് വരെയെങ്കിലും ആ ഡിസിഷനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇടയ്ക്ക് നമുക്കിപ്പോൾ സാറ് പറയാൻ വരുന്നതിനകത്ത് തന്നെ അറിയാം, നമുക്ക് പല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ തീരുമാനം ഉറച്ചതായിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഡിറ്റർമിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ തീരുമാനം പലരും എടുക്കാറുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങളിൽ അവർക്കങ്ങ് ഉന്നതമായ രീതിയിൽ സക്സീഡ് ആകാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം ഡിറ്റർമിനേഷൻ ഇല്ല എന്നുള്ളത്. നിശ്ചയം വെറുതെ പോരാ, തീരുമാനം പോരാ, അത് ദൃഢമാകണം. ദൃഢമാക്കുന്നത് അവരുടെ ആ സെൽഫ് മോട്ടിവേഷനാണ്. ഉള്ളിൻ്റെ ഉള്ളിലെ ആ മോട്ടിവേഷൻ അവരുടെ കുറഞ്ഞു പോകാതെ നിലനിർത്തി കൺസിസ്റ്റൻസിയാണ് കോമ്പിറ്റൻസി. ഏറ്റവും മികച്ചൊരു കോമ്പിറ്റൻസിയിലേക്കാണ് അവർ നാഷണൽ ലെവലിലുള്ളൊരു കോമ്പിറ്റൻസിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യനും അതിനനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പും നടത്തണമെങ്കിൽ ഡിറ്റർമിനേഷൻ അത്രയും സ്ട്രോങ് ആണ്. അപ്പം ഡിറ്റർമിനേഷൻ സാറ് പറഞ്ഞ പോലെ സ്ട്രോങ് ആണ് എങ്കിൽ ആ കുട്ടിക്ക് അടുത്ത ഡിയിലേക്ക് കടക്കും. ആ ഡി ആണ് ഡെഡിക്കേഷൻ. ആ കുട്ടിയുടെ ഡെഡിക്കേഷൻ സീരിയസ്ലി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഡെഡിക്കേഷൻ ഇപ്പം ഓരോരുത്തരും ഈ കുട്ടിയുടെ വിജയത്തിലേക്ക് സഹായിക്കുന്ന മാതാപിതാക്കൾ, അതുപോലെ തന്നെ പ്രധാനമായും ബ്രില്യൻ ടീം എൻറ്റയർ ആയിട്ട് നമ്മുടെ ഡയറക്ടേഴ്സ് മുതൽ നമ്മുടെ ഒരു എൻ്റെ ടീമുണ്ടല്ലോ, അവിടെ ഓരോരുത്തരും നമ്മൾക്കൊക്കെ ഓരോ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ റെഡിയാവുന്ന ഒരു രീതിയുണ്ടല്ലോ, അതെല്ലാം നമ്മളൊരു സമ്പൂർണ്ണ സമർപ്പണത്തോടെയാണ് അത് ചെയ്യുന്നത്. ഒപ്പം മാതാപിതാക്കളുടെ സപ്പോർട്ട്, അവർ പണം കൊണ്ടും നമ്മൾ മെറ്റീരിയൽ കൊണ്ടും ഒക്കെ അവരെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ കുട്ടി എന്ന നിലയിൽ ഈ ഡ്രീം സെറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഡിസയറിലൂടെ ഡിസിഷൻ എടുത്ത് ഡിറ്റർമിനേഷൻ വരുന്ന കുട്ടി ഡെഡിക്കേഷൻ സീരിയസ്ലി കൺസിഡർ ചെയ്യുന്ന ടൈമാണ്. സമയം ഇൻവെസ്റ്റ് ചെയ്യണം, പൂർണ്ണമായും തന്നെ അങ്ങോട്ട് സമർപ്പിക്കണം. യെസ്, ആ സമർപ്പണം സമയം കൊണ്ട് സമർപ്പിക്കണം. തൻ്റെ സമയത്തെ മറ്റ് പലതും ചെയ്യാമായിരുന്നിട്ടും അതൊന്നും വേണ്ട, തനിക്കിത് മതി എന്നുള്ള രീതിയിൽ അങ്ങ് പൂർണ്ണമായ ഉത്തരവാദിത്തോടുകൂടി സമർപ്പിക്കണം. അതാണ് അടുത്ത ഡി. അപ്പം ഈ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, ഞാൻ പലരും ഡെഡിക്കേഷനൊക്കെ റെഡി ആയിട്ടൊക്കെ വന്നു, പക്ഷേ കൗൺസിലിംഗ് ഒക്കെ സീരിയസ്ലി നമ്മൾ അസസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഡിലിജൻസ്, മറ്റൊരു ഡിയുടെ കുറവുണ്ട്. ഡിലിജൻസ്, അതായത് സ്ഥിരോത്സാഹം എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ വിളിക്കാം. ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ വില്ലിംഗ്ലി കംപ്ലീറ്റിംഗ് ദ ടാസ്ക് ആണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ഏറ്റെടുത്ത് ഇപ്പം ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചാൽ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്തേക്കാം, ഒരു 50 ക്വസ്റ്റ്യൻ ബയോളജി ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അങ്ങോട്ട് ആദ്യം ചെയ്തത്ര ചുറുചുറുക്ക് ശുഷ്കാന്തി അങ്ങ് വരുന്നില്ല. ആ ചുറുചുറുക്കിൻ്റെ കുറവ് തിരിച്ചറിയണം. എവിടെയാണ് സ്ഥിരോത്സാഹം പോകുന്നത് എന്നുള്ളതാണ് വിജയത്തിലെ വലിയ ഒരു മാനദണ്ഡമായി. ഞാൻ ആദ്യം പറഞ്ഞത് എനർജി ലെവൽ കുറയുന്നുണ്ട്. ആദ്യം ചില കുട്ടികൾ വന്ന് പറയാറുണ്ട്, സാറേ ആദ്യം ഉണ്ടായിരുന്ന എനർജി ഇപ്പോൾ ഇല്ല, ഇപ്പോൾ അങ്ങ് എനർജി കുറഞ്ഞു. ആഗ്രഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷേ ഈ ഡിലിജൻസ് എന്ന് പറയുന്ന ഗുണം
അത് പ്രാക്ടീസിലൂടെ അത് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുവരാൻ പറ്റണമെന്നുള്ളതാണ്. ഇനി ഇതോടൊപ്പം നിൽക്കുന്ന മറ്റൊരു ഡി ആണ് എല്ലാ മേഖലയിലും. നമ്മൾ നോക്കൂ, സൈന്യത്തിൽ ചേരുന്ന ഒരു കുട്ടിക്കും അല്ലെങ്കിൽ ഏതൊരു സംവിധാനത്തിലൂടെ ഒരു കോൺട്രിബ്യൂഷൻ ലോകത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കും വേണ്ട ഏറ്റവും വലിയ ഗുണം ആളുടെ ഡിസിപ്ലിനാണ്. എന്ന് വെച്ചാൽ ഈ ശരീരം കൊണ്ട് നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുമ്പം നമ്മൾ വിചാരിക്കും അച്ചടക്കമുണ്ട് എന്ന്. പക്ഷേ ആ അച്ചടക്കമല്ല ഇവിടെ വേണ്ട. അച്ചടക്കത്തിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാവുന്നത് ഫോക്കസിങ് ഓൺ എ വർത്തി ഗോൾ, ഏറ്റവും ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് വിത്തൗട്ട് മച്ച് ഡിസ്ട്രാക്ഷൻ. അപ്പോൾ ഡിസ്ട്രാക്ഷൻ നോക്കൂ, പലരും ഡീവിയേറ്റ് ചെയ്യുന്ന ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഡിസിപ്ലിൻ്റെ കുറവുകൊണ്ട്. അച്ചടക്കം അത് ശാരീരികമായ അച്ചടക്കത്തിനപ്പുറം മാനസികമായ ഒരു സൈക്കോളജിക്കൽ ഡിസിപ്ലിൻ ഉണ്ടോ എന്നാണ് ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ കൂടുതലും പരിഗണിക്കുന്നത്. ഈ മാനസിക അച്ചടക്കം ഒരാളുടെ വിജയത്തിൽ വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡീസ്. അപ്പോൾ ഈ പ്രധാനമായും ഈ ആദ്യം നമ്മൾ പറഞ്ഞ 2 ഡീസ്, അതായത് ഡിസയറും ഡിസിഷനും ജനറലി എല്ലാവർക്കും കാണും. പക്ഷേ ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ, ഡിലിജൻസ് ആൻഡ് ഈ പറയുന്ന ഡിസിപ്ലിൻ, ഈ 4 ഡികളാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ കുട്ടികൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, മാതാപിതാക്കളടക്കം എൻ്റെ കുട്ടിക്ക് ഈ പറയുന്ന ഡീസൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഡോക്ടറിലേക്ക് നയിക്കുന്ന ഡി ആണിത്. അപ്പോൾ അത് വിട്ടുപോകരുത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് സാറേ, അതായത് നമുക്ക് എയിംസിലേക്ക്, AFMസിലേക്ക്, ജിമ്മറിലേക്കും ഒക്കെ പോകുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഏത് മെഡിക്കൽ കോളേജിലോട്ട് പോകണമെന്ന് കൃത്യമായും ഈ ഡെസ്റ്റിനേഷൻ, അതാണ് ഡെസ്റ്റിനേഷൻ. അങ്ങനൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഇവരെത്തുന്നത് ഈ ഡീസൊക്കെ ഉള്ളവർ. അപ്പോൾ ഡെസ്റ്റിനേഷൻ എത്തിയാൽ അവർക്കൊരു ഡെസ്റ്റിനേഷൻ വേണം. ആ ഡെസ്റ്റിനേഷൻ ഉള്ളവരാണ് ഈ ഡിസിപ്ലിനായിട്ട് പോകാനും ഡിലിജൻസ് ആകുന്നത്, അതുപോലെ ഡെഡിക്കേറ്റഡ് ആകുന്നത്. അതേപോലെ ഈ പറയുന്ന ആദ്യം പറഞ്ഞ നമ്മളുടെ ഒരു ഡിറ്റർമിനേഷനിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് ഈ ഡ്രീമിലേക്ക് എത്തുന്നത്. അതാണ് 8ാമത്തെ ഡി, ഡ്രീം അച്ചീവ് ചെയ്ത്, ഡ്രീം കം ട്രൂ. എക്സാക്ട്ലി അത് നേടിയെടുക്കുന്നോടം വരെ നിരന്തരം. ഈ ഡ്രീമിനെ കുറിച്ചാണ് അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞത്. നിങ്ങൾ നിങ്ങൾ അല്ല, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ്. അത് തന്നെ, യെസ്. ആ ഡ്രീമിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെയുള്ള ഈ ഒരു 8 ഡീസും സ്വന്തമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് നിങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രായമായിരിക്കാം ഒരു പക്ഷേ നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. ഒരു 17-18 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനകത്ത് ഏത് സ്ഥിരോത്സാഹത്തിനായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ സ്ഥിരോത്സാഹത്തിനാണ് ഏറ്റവും അധികം കുറവ് കാണിക്കുന്നത്. കാരണം ഇവർക്ക് പല ആഗ്രഹങ്ങളായിരുന്നു. ബെർലിൻ റോഡിലെത്തി അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിക്കാനെത്തി, ജൂൺ മുതൽ ക്ലാസ്സുകളൊക്കെ ഇരുന്നു. പക്ഷെ ഡിസംബർ ആകുമ്പോഴേക്കും ഇവർ അനാവശ്യമായിട്ട് ഇവരെക്കുറിച്ച് ഒരു അസസ് ചെയ്യുകയാണ്. ഈ സ്ഥിരോത്സാഹത്തിൻ്റെ കുറവ് വരുന്നതായിട്ട് കാണുന്നത്. ഒരു 17-18 വയസ്സായ കുട്ടിയെ സംബന്ധിച്ചോളം ഈ ഡികളിൽ സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏതിനാണ് ഏറ്റവും കുറവ് സംഭവിക്കുന്നത്? അപ്പോൾ കൗൺസിലിങ്ങിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, കൗൺസിലിങ്ങിലൊക്കെ വരുന്ന കുട്ടികൾ, കൗൺസിലിങ്ങിൽ വരിക എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഒരു മോട്ടിവേഷൻ കിട്ടാൻ, ഇൻസ്പിറേഷൻ കിട്ടി മുമ്പോട്ട് പോകാൻ അവർ ആ ഉദ്ദേശിച്ച പോലെ ഈ പറഞ്ഞ ഡീസിൽ എവിടെയെങ്കിലും സ്വയം അവെയറായി അവർ വരാം, അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് വരാം. ചിലപ്പോൾ പേരൻസൊക്കെ പറഞ്ഞിട്ട് ഒന്ന് അവരോട് നിരന്തരം ഇങ്ങനെ കംപ്ലയിൻസോ അല്ലെങ്കിൽ കുറവൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മക്കളെ ഒരു കാര്യം ചെയ്യും, മക്കൾ അവിടെ കൗൺസിലിംഗ് പോകാൻ പറഞ്ഞ് ചില അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർവീസിനെ കുറിച്ചുള്ള ഒരു ബോധ്യമുള്ള പേരൻസ് അങ്ങനെയാണ് പറഞ്ഞാറ് കൊടുക്കാറ്. അല്ലാതെ കൂടുതൽ ആകുലപ്പെട്ട് നിൽക്കുന്ന കുട്ടിയെ വീണ്ടും വീണ്ടും അത് പറഞ്ഞ് ഈ ഉപദേശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് ഇല്ല. പക്ഷെ നമ്മൾ കൗൺസിലിംഗിൽ നിർദ്ദേശം കൊടുക്കുന്നത്, ആ നിർദ്ദേശം കൊടുക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞതും കുട്ടികളിൽ നിന്നും കിട്ടിയതിൽ നിന്ന് ഞാൻ പറയുവാണെങ്കിൽ സാറേ, അതായത് ഈ ചിലപ്പോൾ ഈ പല ഈ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ സെറ്റായിട്ടാണ് ഇവിടെ വരുന്ന തുടക്കത്തിലുള്ളത്. പക്ഷേ കുറച്ച് കഴിയുമ്പം ഇവർ പോലും അറിയാതെ ചില ഡീവിയേഷൻസ് സംഭവിക്കുകയാണ്. ഡീവിയേഷൻ, ഡിസ്ട്രാക്ഷൻസ് നോക്കണം. ചില ഡീസ് പോസിറ്റീവായിട്ട് നമ്മൾ പറയുമെങ്കിലും ഈ നെഗറ്റീവ്ലി ഇവരെ ബാധിക്കുന്നതും ഡീസ് തന്നെയാണ്. അതിലൊന്നാണ് ഡീവിയേഷൻ, ഡിസ്ട്രാക്ഷൻസ്, ഡിസ്ലൈക്ക് ചിലപ്പോൾ സംഭവിക്കാം. ചില പോർഷൻസ് കടുകട്ടിയാവുമ്പോഴോ, കടുകട്ടി എന്ന് പറഞ്ഞാൽ ഹാർഡാവുമ്പോഴോ ഒക്കെ അങ്ങ് ഇഷ്ടപ്പെടാതെ വരിക. പഠന രീതികളിൽ 3 അപ്രോച്ചാണ് ഉള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു അപ്രോച്ചാണ് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന അപ്രോച്ച്. അത് നല്ലതാണ്, ഐഡിയലാണെന്ന് എല്ലാവരും പറയും, എല്ലാത്തിനും അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇഷ്ടമില്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കും. കഷ്ടപ്പെട്ട് ആ പഠിക്കുന്നത് അതിനകത്ത് യാതൊരു റിസൾട്ടും കിട്ടാതെ വരികയും ചെയ്യും. അപ്പോൾ അവർക്ക് പക്ഷേ സത്യത്തിൽ വേണ്ടത് ഇഷ്ടപ്പെട്ട്
ക്യൂരിയസ് ആയിട്ട് പഠിക്കാൻ പറ്റണം. ആ ക്യൂരിയസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഈ 8 ഡേയ്സും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതാണ് നമുക്ക് മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമുക്കിപ്പം നമ്മളിതൊരു സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം നീറ്റ് എക്സാം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ റിസൾട്ടിന് അപ്പുറത്തൊക്കെ നമ്മളെപ്പോഴും കുട്ടികളുടെ കൂടെ ഉണ്ടാവും. ഈ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ ഉണ്ടാവും പല കാര്യങ്ങളും. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ അറിയേണ്ട ഒരു കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മേഖലയാണ് മെഡിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിലൊക്കെ എന്താണ് നമുക്ക് ഞങ്ങളൊരു രക്ഷിതാക്കളും കൂടിയാണ് നമ്മൾ രണ്ടുപേരും. അപ്പം ആ രീതിയിലും ഇത്രയധികം വിദ്യാർത്ഥികളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എത്രയോ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് രക്ഷകർത്താക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഈ ഒരു എൻട്രൻസ് മേഖലയെ ഇഷ്ടപ്പെടുന്നതും. പക്ഷേ ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്താൽ മാത്രമേ അവർക്കൊരു UG പ്രോഗ്രാമിലോട്ട് എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും റിസർച്ച് ആണെങ്കിലും എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇവർ അത്ര ആഗ്രഹത്തോടു കൂടി ഡിറ്റർമിനേഷനോടു കൂടിയൊക്കെ വന്നു കഴിഞ്ഞ് ഒരു 4-5 മാസക്കാലം അവർ നന്നായിട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മാർക്കിൻ്റെ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ റാങ്കിൻ്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരുമായിട്ട് ചേർന്ന് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത പല പല ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഡീവിയേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പം യഥാർത്ഥത്തിലുള്ള പഠനത്തിന് വേണ്ടി ഒരു നല്ല ആരോഗ്യകരമായ പഠനത്തിന് വേണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡീവിയേഷൻ ഉണ്ടാകാതിരിക്കണം. എങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ശിവ സാറേ, വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം എൻട്രൻസ് എക്സാം പ്രത്യേകിച്ചും ഒരു പ്രോക്സിമേറ്റ് ലെവലിലേക്ക്, അതായത് അടുത്ത ഒരുക്കത്തിലേക്ക്, മോഡൽ എക്സാമുകളിലേക്കൊക്കെ വരുമ്പോൾ ഈ കുട്ടികളെ പ്രധാനമായും സാരമായി ബാധിക്കാനിടയുള്ളത് ഒരു റിസർച്ച് ഓറിയൻറ്റഡായിട്ട് പഠനത്തെക്കുറിച്ച് പഠിച്ചതിൽ നിന്നും പറയട്ടെ. അത് മറ്റൊന്നുമല്ല, ഒരു ഒറ്റ വാക്കിൽ വേണം ഈ പഠന പ്രഷർ, ഈ ഡീവിയേഷനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചുരുക്കാം. അത് മറ്റൊന്നുമല്ല, പവേഴ്സ്. POWERS, പവേഴ്സ്. അതിലെ ഓരോ ലെറ്ററും ഈ ഡീവിയേഷനുകളാണ്. അതിൽ ഫസ്റ്റ് ഡീവിയേഷൻ ഈ പ്രൊക്രാസ്റ്റിനേഷനാണ്, പോസ്റ്റ്പോണ്ടിങ്. അതായത് ഇന്ന് ചെയ്തു തീർക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചത് അതിൽ നിന്നും പതിയെ ഒരു ഡീവിയേഷൻ. നാളെ പിടിക്കാം, നാളെ പറയും, മറ്റന്നാൾ പറയും, വീക്കെൻഡിലാണല്ലോ. ഇപ്പം ഈവൻ നമ്മളുടെ വീക്കിലി എക്സാമുകൾ നമ്മൾക്ക് വേണമെങ്കിൽ പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് പോലും ചിലപ്പം വീക്കിലി പിടിക്കാം. അന്നത്തെ ദിവസം, ആ സാറ്റർഡേ പിടിക്കാമെന്ന് പറഞ്ഞ ദിവസം ഒരു പനി വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആവുന്നു. അത് സ്കോറിനെ ബാധിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ആകുലപ്പെട്ട ചിന്തയിലോട്ട് വരും. അപ്പോൾ പ്രൊക്രാസ്റ്റിനേറ്റ്, പോസ്റ്റ്പോണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പോസ്റ്റ്പോണ്ട് ചെയ്യുന്ന പോയിന്റിൽ മനസ്സിലാക്കണം പതിയെ ഡീവിയേഷനായി തുടക്കം അതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് പതിയെ കുട്ടിക്ക് തന്നെ സ്കോർ കിട്ടാതെ വരുന്ന ഒരു ഡിസപ്പോയിൻമെൻറ്റിലേക്ക് നയിക്കുന്നുണ്ട്. അങ്ങനെയാണ് പലരും ഒരു ഡിപ്രസീവ് ലെവലിലേക്ക് നീങ്ങുന്നത്. അപ്പം അതിൻ്റെ തുടക്കം ഈ ഒരു കാര്യം മാറ്റി വെക്കാതിരിക്കുക, അപ്പം തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഈ മാറ്റിവെച്ചതല്ലേ, അതാണ് പവേഴ്സിൻ്റെ ഓവർവെൽംഡ് പോർഷൻസ് വരിക. ഒന്നിലധികം ഇപ്പം പ്രൊഫസേഴ്സ് അവർക്ക് ഷെഡ്യൂൾ അനുസരിച്ച് ക്ലാസ്സുകൾ കൃത്യമായിട്ട് നമുക്ക് എന്ന് തീർക്കണോ അന്നത്തെ ആ കാഴ്ചപ്പാടിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തീർക്കുന്നു, എക്സാം കൃത്യമായി ഷെഡ്യൂൾഡ് ചെയ്യുന്നു. അങ്ങനെയെല്ലാം പരീക്ഷ എഴുതാൻ പഠിക്കലാണല്ലോ മെയിൻ പരിപാടി. അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കുന്നു. പക്ഷേ എവിടെയെങ്കിലും നമ്മൾ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്താൽ, കാരണം ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുക, അത് മെഷീനിലൂടെ വരുന്നൊരു സാധനമാണ്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെവിടെയോ ഇത്. അപ്പോൾ ഓവർവെൽംഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പിള്ളേരിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഹ്യൂജായി കാര്യങ്ങൾ ഇനി ഞാൻ തീർക്കുകയില്ല, പെൻഡിങ് പോർഷൻസ്, ബാക്ക്ലോഗ്സ്, ഇതെല്ലാം അവരിൽ ഉണ്ടാക്കുന്ന അനിശ്ചിതത്വം വളരെ വലുതാണ്. അപ്പോൾ അതെല്ലാം ഡീവിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഓവർവെൽംഡ് വരുന്നത് ശ്രദ്ധിക്കണം. പവേഴ്സിലെ W എന്ന് പറയാൻ സാറേ വളരെ പ്രധാനപ്പെട്ടതാണ്. വേസ്റ്റിംഗ് ടൈം. ബോധപൂർവമല്ലേ പോലും അറിഞ്ഞും അറിയാതെയും വേസ്റ്റ് ചെയ്യുന്ന സമയം കൃത്യമായ ഷെഡ്യൂൾഡ് ഇട്ട് ആ സമയത്തിനനുസരിച്ചുള്ള വേഗത, ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര സമയം കൊണ്ട് തീർക്കാനും അതുപോലെ പോർഷൻ കവർ ചെയ്യാനുമുള്ള ഒരു ഷെഡ്യൂളിങ് വേണം. ലോകത്ത് നടക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും എല്ലാ വർക്കുകളും എല്ലാ ഡെവലപ്മെൻറ്റ്സിനും പിന്നിൽ പ്ലാൻസാണ്.
പ്ലാൻ വിത്ത് ടൈം ഷെഡ്യൂളാണ്. ഇനിയിപ്പോൾ കൗണ്ട് ഡൗൺ ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ. കൗണ്ട് ഡൗൺ ഇനി എത്ര ദിവസമുണ്ട്. ഇപ്പോൾ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇനിയൊരു 140 ദിവസം അങ്ങനെയൊക്കെ എണ്ണി എടുത്ത് വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടേ, ഇനി ഇത്രയും ദിവസമേ ഉള്ളല്ലോ എന്നല്ല, ഈ ഉള്ള ദിവസം നമുക്ക് എങ്ങനെ കാര്യക്ഷമമാകാനുള്ള കൺസ്ട്രക്റ്റീവ് പ്ലാൻ കയറുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്. കാരണം ഈ വേസ്റ്റിംഗ് ടൈം യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ തെറ്റ്. കാരണം ഞാൻ ഇത്രയും കളഞ്ഞല്ലോ എന്ന് ഓർത്തിരിക്കുന്നതിനേക്കാളും ഇനി ഉണ്ടല്ലോ ഉള്ള സമയത്തെ കൗണ്ട് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഉള്ള സമയത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം. അതിനാണ് ഈ കൗൺസിലിംഗ് ഒക്കെ വരുന്ന കുട്ടികൾക്ക് ഒരു ഷെഡ്യൂളിംഗ് തന്നെ നമുക്ക് സെറ്റാക്കി കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ പോക്ക് എവിടെയാണ്, ഞാൻ എവിടെ നിൽക്കുന്നു, ഇനി ഞാൻ എങ്ങോട്ട് പോകണം. ചില കുട്ടികൾ ഈ വേസ്റ്റിംഗ് ടൈമിൽ പോലും കംഫർട്ട് സോണിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഡേഞ്ചറസ് ആണ്. അതിന് പകരം അവർ എഫേർട്ട് സോണിലോട്ട് തന്നെ മാറ്റാൻ അവർക്കൊരു പ്രചോദനം കിട്ടുമെന്നുള്ളതാണ്. യെസ്, ഇനി പവേഴ്സിൽ തന്നെ ഞാൻ പറയാം. അപ്പോൾ പവേഴ്സിലേക്ക് വരുമ്പോൾ സാറേ അത് മറ്റൊന്നുമല്ല, പെട്ടെന്ന് ഓർക്കാനും കൂടിയാണ് കേട്ടോ. ഈ പ്രോബ്ലംസ് ഒന്ന് പെട്ടെന്ന് ഓർത്തൊന്ന് അവർക്ക് മുമ്പോട്ട് പോകാനുണ്ട്. സ്റ്റഡിയിൽ തന്നെ ഈ ഇങ്ങനെയുള്ള ചില ഇങ്ങനെയുള്ള ചില ഷോർട്ട് വേർഡുകളിലൂടെ അവർക്ക് മുമ്പോട്ട് പോകാവുന്നുള്ളൂ. കറക്റ്റ്. അപ്പോൾ അതിനാണ് അടുത്ത ലെറ്റർ ഇ ആണ്. ഇ എന്ന് പറഞ്ഞാൽ എൻവയറമെൻ്റലാണ്. അവർ പഠിക്കാൻ പറ്റുന്ന എൻവയറമെൻ്റലി ചലഞ്ചസ് ആണ്. എൻവയറമെൻറ്റിൽ നേരിടുന്ന ചലഞ്ച്. ഇപ്പോൾ ഹോസ്റ്റലിലാവാം, ഇപ്പം ഡേ സ്കോളേഴ്സ് നമുക്ക് കുറവാണ്. നമുക്ക് ഇപ്പോൾ ഇനി ഓൺലൈനിൽ ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് വീട്ടിലെ എൻവയറമെൻറ്റ് ആദ്യം പരിശോധിക്കണം. പഠന യോഗ്യമാണ്. ഇപ്പം ഹോസ്റ്റലിലൊക്കെ ഒന്നിലേറെ കുട്ടികളോടൊപ്പമാണല്ലോ പഠിക്കുന്നത്. ആദ്യമായിട്ട് തനിച്ചിരുന്ന് പഠിച്ച തൻ്റെ റൂമിലിരുന്ന് പഠിച്ച കുട്ടിക്ക് ഹോസ്റ്റലിലെ ഒരു റൂമിൽ 4 പേരോട് ഷെയർ ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഡിസ്റ്റർബൻസ്. മറ്റൊരു ചിലപ്പോൾ ഒബ്സർവ് ചെയ്യുമായിരിക്കും. ഒരാൾ പഠിക്കുന്നത് ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന പോലെ ആളുടെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നത് പോലും ചിലർക്ക് ഇൻസെക്യൂർ ആക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ എൻവയറമെൻറ്റ് ഒരു മെൻ്റലി ബ്ലോക്ക് ചെയ്ത് തന്നെ നിങ്ങൾ പിടിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുകളെ മുഴുവൻ മാറ്റിയെടുത്തിട്ട് പ്രിപ്പയർ ചെയ്യാം എന്ന് കരുതി കാത്തിരുന്നാൽ ചിലപ്പോൾ സമയമൊന്നും അതിൻ്റെ വഴി. അത് തന്നെയാണ് ഏറ്റവും നല്ല വാക്ക്, ചുറ്റുപാടുകൾ നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത്. യെസ്, ഡോണ്ട് ലിമിറ്റ് യുവർ ചലഞ്ചസ് ബട്ട് ചലഞ്ച് യുവർ ലിമിറ്റ്സ്. അപ്പോൾ അങ്ങനെ ചലഞ്ച് ചെയ്യാനുള്ള ധൈര്യം കാട്ടണം. അങ്ങനെയുള്ളവരെ കാത്തിരിക്കുന്നു ഈ വലിയ ഈ നാഷണൽ ലെവലിലുള്ള വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്ത ലെറ്റർ ആറാണ്. അപ്പോൾ 6 എന്ന് പറഞ്ഞത് വളരെ നിർണായകമായ ഒരു സ്ഥാനം ഈ പഠന മേഖലയിൽ പങ്ക് വഹിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, റീകോളിംഗ് ബൈ ക്രാമിംഗ് ആണ്. ആക്ച്വലി എൻട്രൻസ് എക്സാമിൻ്റെ വിജയത്തിലെ നിർണായകമായ ഒരു പങ്ക് റീകോളാണ്. റീകോളിംഗ് ബൈ ക്രാമിംഗ് എന്ന് പറയുന്നത് സാറേ വളരെയേറെ ശ്രദ്ധിക്കണം. ഈ ക്രാം ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് പൊതുവേ ഞാൻ കണ്ടിരിക്കുന്നത് ഈ എല്ലാം കൂടെ തലേന്ന് അങ്ങ് പഠിക്കാമെന്നുള്ള ഒരു ചിന്ത വരും. അന്നത്തെ ദിവസം എല്ലാം ഉപേക്ഷിച്ച് എല്ലാം കഴിഞ്ഞ് ഈ സ്ട്രെസ്ഫുള്ളായിട്ട് ഉള്ള ഒരു ഇതിൽ വരുമ്പം ബ്രെയിൻ അതേപടി തരില്ല. ബ്രെയിൻ സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങ് കൊടുത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അത് അതിൻ്റേതായ രീതി തിരിച്ചു വരും. അപ്പോൾ റീകോൾ ചെയ്യാൻ നമ്മൾ പറയുന്ന മെമ്മറി പ്രോബ്ലമാണ്. ഈ 17ാമത്തെ വയസ്സിൽ മെമ്മറി പ്രോബ്ലം വരുന്ന ഡിമെൻഷ്യയൊന്നുമില്ല. പക്ഷേ പറഞ്ഞ് നമ്മൾ ചെറുപ്പം പോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊതുവെ പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു വാക്കുണ്ടല്ലോ, മറന്നുപോയി. ഏറ്റവും കൂടുതൽ നമുക്കൊരു മറ്റൊരു ചോദ്യം അത് തന്നെയാണ്. കാരണം മോഡൽ എക്സാമുകൾ വരുന്നു, പഠിച്ചത് ഞാൻ മറക്കുമോ എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് മറ്റൊരു അധ്യായത്തിൽ ചർച്ച പറയാം. അപ്പം മറവി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു പ്രായത്തിൽ വരില്ല. ബ്രെയിൻ അതേപോലെ പേടിക്കുകയോ ചെയ്യണ്ട, മറവിയെക്കുറിച്ച് പഠിക്കില്ല. പകരം റീകോളിങ്ങിനെ കുറിച്ച് കൺസേൺ ഉണ്ടാവണം. റീകോളിങ് ക്രാം ചെയ്തു പോകുന്നു എന്നുള്ള നിങ്ങൾ കൊടുത്തത് ഇവർ ഈ പഠിച്ച കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ പോലും നമ്മളൊരു ഫയലിന് പേര് കൊടുത്തില്ലെങ്കിൽ നമ്മൾ കിടന്ന് തപ്പിപ്പരതി സമയം വെറുതെ കളയരുത്. ലൈബ്രറിയിൽ കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ കൂന കൂട്ടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിങ്ങോട്ട് അതിനകത്ത് ഒരു പുസ്തകം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബുക്ക് അത് കാറ്റലോഗ് അനുസരിച്ച് കൃത്യമായി ചിട്ടപ്പെടുത്തിയത് കൊണ്ട് നേരെ പോയാൽ അങ്ങ് കിട്ടും എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഫയലിംഗ് ചെയ്ത് വേണം. കിടന്നുറങ്ങാൻ തൊട്ട് മുമ്പ് സിസ്റ്റമാറ്റിക് ഇന്ന് ഞാൻ എന്താ പഠിച്ചത്, എന്തൊക്കെയാണ് ഒന്ന് ചിട്ടപ്പെടുത്തണം. എന്നിട്ട് കിടക്കുന്നത് 10 മണിക്കൂർ പഠിക്കുന്നതിലും വളരെ പ്രയോജനമാണ് 10 മിനിറ്റ് നിങ്ങൾ ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ട് കിടക്കുന്നത്. അങ്ങനെ ഒന്നും ചിലപ്പോൾ ഇല്ല. ഞാൻ പലപ്പോഴും പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങളൊരു ഫ്ലൈറ്റ് ലാൻഡിങ് ചെയ്യുന്ന പോലെ വേണം വന്ന് കിടക്കാൻ. വന്ന് കുത്തുമല്ല, അതേപടി വന്ന് പടഞ്ഞ് കിടക്കുമല്ല. കിടക്കുന്നതിന് മുമ്പ് ഇരിക്കണം, കട്ടിലിൽ ഇരിക്കണം. ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ബ്രീത്തിങ് ഒക്കെ ഒന്നെടുത്ത് ആ രീതിയിൽ വേണം ഇതാകാൻ. ഞാനിപ്പം ആ സൊല്യൂഷനിലേക്ക് പിന്നെ അടുത്ത ഇതിൽ നമുക്ക് ഡീറ്റെയിലായിട്ട് പറയാം. നിരവധി എക്സസൈസുകൾ ഒത്തിരി ഓരോ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡ്. നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന പിള്ളേരെ നമ്മൾ നല്ല വെൽ മോട്ടിവേറ്റഡ് ആയിട്ടല്ല വിടുന്നത്. പക്ഷെ പലർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല സാറേ. ഈ പറയുന്ന ചില പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കുതിച്ച
100ഉം 150ഉം സ്കോറൊക്കെ കൂട്ടിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ട്രാറ്റജിക് പ്ലാനുകൾ സെറ്റാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ കൗൺസിലിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ മാനസിക പ്രശ്നമാണ്, എന്തോ ഇതിൽ ചെന്ന് വിട്ടുപോകുമല്ലോ, മറ്റുള്ളവർ നോട്ടപ്പുള്ളിയാക്കുമോ എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പവേഴ്സിലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശാന്തമായിട്ട് ചെയ്യേണ്ട, മനുഷ്യരെല്ലാവരും ചെയ്യേണ്ട, ഇപ്പോൾ എൻട്രൻസിലാണെങ്കിലും അല്ലെങ്കിൽ എന്തിനാണേലും നമ്മൾ ചെയ്യേണ്ട അതാണ് യെസ്. അതാണ് യെസ് എന്ന് പറയുന്നത് ഈ സ്ലീപ്പിംഗ് ആണ്, ഉറക്കം. ഈ ഉറക്കം എന്ന് പറയുന്നത് അതിനകത്ത് ഡീവിയേഷൻ വന്നാൽ, മര്യാദയ്ക്ക് വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടി എൻട്രൻസ് എക്സാമിന് വന്നിട്ട് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്രയും സന്തോഷകരമായ ജീവിതത്തെ മുഴുവൻ ആ പ്രൊഫൈൽ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമെടുത്തു. ഈ പറഞ്ഞ ഡീസിലെ ഓരോന്നും എടുത്തിട്ട് ഇങ്ങ് വരുക. അപ്പോൾ അങ്ങനെ വരുന്നൊരു കുട്ടി ഉറക്കം കെടുവല്ല വേണ്ടേ, ഉറക്കം സുഖമായിട്ട് ഞാൻ ഇത്രയും രസകരമായ ഒരു കാര്യം, ഇത്തരത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്നൊരു കാര്യം നേടാൻ വേണ്ടി. പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ എന്നുള്ള നെഗറ്റീവായ തോട്ട് മുന്നേ വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ശരിയാവുന്നത്? ഒരു വണ്ടിയെ കയറി നമ്മൾ കയറിയിരിക്കുവാണ് ഒരു സ്ഥലത്തെ ഡെസ്റ്റിനേഷൻ എത്താൻ, ഈ വണ്ടി പോയി ഇടിക്കുമോ എന്നുള്ള ചിന്തയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും സംഗതി? സ്ലീപ്പിംഗ് രണ്ടും കുഴപ്പമാണല്ലേ, കൂടുതൽ കൺസ്യൂമാനി, അതായത് കൂടുതൽ ഉറങ്ങുന്നത് കൊണ്ട് അത് ഉറക്കമില്ലായ്മയുണ്ട്. ഉറക്കമെന്ന് പറയുന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഒരാൾ ചിട്ടപ്പെടുത്തേണ്ടത്. ഇപ്പോൾ എപ്പോൾ കിടക്കുന്നു എപ്പോൾ എണീക്കുന്നു എന്നുള്ളത് ഓരോരുത്തർക്കും തീരുമാനിക്കാമെങ്കിലും 6 മണിക്കൂർ ഉറങ്ങിയിരിക്കണമെന്നുള്ളത് വളരെ മസ്റ്റാണ്. അപ്പോൾ അത് ഒരു കുട്ടിയുടെ പെർഫോമൻസിനെ, പ്രത്യേകിച്ച് ഞാൻ മുമ്പേ സൂചിപ്പിച്ച റീകോളിങ്ങിനെ സാരമായി അത് ബാധിക്കും. പ്രത്യേകിച്ചും എക്സാമിൻ്റെ തലേ ദിവസം, ഇപ്പം നമുക്ക് തിങ്കളാഴ്ചകൾ എക്സാം ആണെങ്കിൽ ഞായറാഴ്ച ഇവർ ഉറങ്ങാതിരിക്കുന്ന ഒരു പ്രവണത, ഒന്നെങ്കിൽ ഈ പറഞ്ഞ ബാക്ക്ലോഗ്സ് കൊണ്ടായിരിക്കാം, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം ഇവർ ഉറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് തന്നെ വീണ്ടും നമ്മൾ നീറ്റ് എക്സാമിന് ആവർത്തിക്കും. ഇപ്പോഴേ നമ്മൾ ഉറങ്ങാൻ ശീലിച്ചാലല്ലേ മെയ് 2-ാം തീയതി നമുക്ക് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇപ്പോഴേ തന്നെ ആരോഗ്യകരമായിട്ട് ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം വരാൻ പോകുന്ന ജെയ്ക്കും അത് തുടർന്ന് വരുന്ന നീറ്റിനുമൊക്കെ ആ തലേന്ന് ഓൺ ദ ഈവ് ഓഫ് ദ ഡേ എങ്ങനെയാണോ നമ്മൾ ആയിരിക്കുന്നത് അത് സീരിയസ്ലി തീർച്ചയായിട്ടും ഇത് ശീലിക്കുവാണല്ലോ. പരീക്ഷ എഴുതാൻ നമ്മുടെ വീക്ക്ലി എക്സാം എഴുതുന്നത് നീറ്റിൻ്റെ ഒരു മിനി സാമ്പിളിംഗ് ആണല്ലോ എന്ന് പറയുന്ന പോലെ കുട്ടികൾ ഇനിയുള്ള എക്സാം, മോഡൽ എക്സാമിലൊക്കെ നിങ്ങൾ മെൻ്റലി തയ്യാറാകേണ്ടത് തലേ ദിവസം കൂളായിട്ടൊരു അപ്രോച്ച് എടുക്കുക പറ്റണമെന്നുള്ളതാണ്. അതിന് വേണ്ടത് ഈ മൺഡേ മുതലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലറായിട്ട് ഡെലിബറേറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ കാട്ടേണ്ട ഒരു പ്രത്യേകമായ ഒരു തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിനുള്ള ഒരു ശൈലി ഓരോരുത്തർക്കും പ്രത്യേക സ്റ്റഡി പാറ്റേൺസ് ഒക്കെ വേണം. ഇനി അഥവാ കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു കൺസൾട്ട് ചെയ്യാം, ഒരു ഡയറക്ഷൻ പ്രോപ്പറായിട്ട് മേടിക്കാം. അതിന് വേണ്ടിയിട്ടൊക്കെ അപ്രോച്ച് ചെയ്ത് വന്നാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇപ്പം ജനറലൈസ് ചെയ്ത് മറ്റുള്ളവർ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലതൊക്കെ സ്യൂട്ട് ആവാതിരിക്കാം. സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് ഓരോരുത്തരും ഈച്ച് വൺ ഈസ് യുണീക്ക്. അപ്പോൾ ഓരോരുത്തർക്കും ആ യുണീക്ക് അപ്രോച്ച് വേണമെങ്കിൽ പറ്റാം. പക്ഷേ ആ റിസൾട്ടിൽ ഫലിക്കുന്നില്ല എങ്കിൽ ബുദ്ധിയില്ലാത്ത കൊണ്ടൊന്നും അല്ലല്ലോ, ബുദ്ധിയില്ലാത്ത കുട്ടികളൊന്നും അല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സാമാന്യ ബുദ്ധി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഈ പവേഴ്സ് പ്രോബ്ലംസ് ഇല്ലാതിരിക്കുകയും നമ്മൾ മുമ്പേ സൂചിപ്പിച്ച ഡീസിൽ ഒരു ശ്രദ്ധ കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു നല്ല മുന്നേറ്റം നടത്താനുള്ള അവസരമാണ്. ജീവിതത്തിലെ ഏറ്റവും ശക്തമായ രീതിയിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ മാനസികമായിട്ടുള്ള അത്തരം ഒരു തയ്യാറെടുപ്പിന് നിങ്ങൾ ഒരുങ്ങുക. അങ്ങനെ ഒരുങ്ങുന്ന ഒരു കുട്ടിയെ സഹായിക്കാൻ ബ്രില്യൻ്റ് എല്ലാം കൊണ്ടും സജ്ജമാണ്. നമ്മുടെ ടീം സജ്ജമാണ്. ഞാൻ മാത്രമല്ലല്ലോ, നമ്മുടെ ഒരു കൗൺസിലിംഗ് ടീം തന്നെ, എൻ്റെ ടീം തന്നെ ഉണ്ട്. ബാക്കിയുള്ള എല്ലാവരും ടീച്ചേഴ്സും മെന്റേഴ്സും എല്ലാം ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതെ അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും കാരണം ഇനി ഒരു മോഡൽ സീരീസിലോട്ട് നമ്മൾ കടക്കുകയാണ്. ആ ഓരോ എക്സാമും നമ്മളെ സംബന്ധിച്ചുള്ള മെയിൻ എക്സാം ആണെന്നുള്ള ഒരു വിശ്വാസത്തിൽ അതിന് തയ്യാറെടുക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തയ്യാറെടുക്കണം അല്ലേ? പഠിത്തത്തോടൊപ്പം തന്നെ മെൻ്റൽ ഹെൽത്തിനും എല്ലാ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ തന്നെ ആയിരിക്കണം നമ്മൾ പോവേണ്ടത്. സാർ, നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ധാരാളം കാര്യങ്ങളെക്കുറിച്ച്, കാരണം ഈ ഓർമ്മക്കുറവിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ എഴുതുന്ന ആ 3 മണിക്കൂർ അവനവൻ എടുക്കേണ്ട ഒരു എക്സസൈസിനെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ എടുക്കേണ്ട ഒരു ടൈമിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മളിനി ഓരോ എപ്പിസോഡുകളിലും
പലവിധ എക്സസൈസുകളെ കുറിച്ച്, അതുപോലെ പലവിധ മെൻ്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെയാണ് നിങ്ങളുടെ ആശങ്കകൾക്കനുസരിച്ച്, നിങ്ങളുടെ കമൻറ്റുകൾക്കനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവർ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം, അവർക്ക് പഠിക്കാനായിട്ട് തിരിച്ച് ക്ലാസ്സിലെ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാനായിട്ടുണ്ട്, പരീക്ഷകൾ എഴുതാൻ ക്വസ്റ്റ്യൻസ് ധാരാളം പ്രാക്ടീസ് ചെയ്യണം, ഇ ലേണിംഗ് ആപ്പിനകത്ത് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ധാരാളം ഇപ്പോൾ ബ്രീത്തിങ് ആണെങ്കിലും നമ്മളുടെ കാഴ്ചയാണെങ്കിലും നമ്മളുടെ ഇപ്പം നടന്നുകൊണ്ട് പഠിക്കുക, ഇരുന്നുകൊണ്ട് പഠിക്കുക, അപ്പം പലവിധ എക്സസൈസുകളൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പം കണ്ണുകൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം, നമ്മുടെ കാഴ്ചയ്ക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു എക്സസൈസ് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു വളരെ വളരെ പ്രസക്തമായ, ഏറ്റവും കൂടുതൽ ഒരു ഇമ്പാക്റ്റ് കിട്ടേണ്ട നമ്മുടെ ശരീരത്തിലെ അവയവമാണ്. എൻട്രൻസ് എക്സാമിൻ്റെ കോമ്പിറ്റൻസിയിൽ നിങ്ങളെ കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. ശിവ സാർ വളരെ കൃത്യമായിട്ട് ആ ഒരു കാര്യം സൂചിപ്പിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം നമ്മൾ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണല്ലോ. ഈ വിളക്ക് തെളിഞ്ഞിരിക്കണം. ആ തെളിമ കിട്ടേണ്ടത് ഈ ഇങ്ങനെയുള്ള, കാരണം നമ്മൾ വായിക്കുന്നത്, അതുപോലെ തന്നെ കാര്യങ്ങളെ കൃത്യമായി സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതൊക്കെ നമ്മുടെ കണ്ണുകൾ കൊണ്ടാണ്. നിങ്ങൾ സാറ് പറഞ്ഞ പോലെ ക്ലാസ്സിലെ സ്ക്രീനിൽ, അതുപോലെ സാറ് പറയുമ്പോൾ ഒക്കെ നമ്മൾ വളരെ വിജിലായിട്ട് നിൽക്കുന്ന അവയവം കണ്ണാണ്. അപ്പോൾ ഈ കണ്ണിനെ പലപ്പോഴും നമ്മൾ വളരെ ഒരു ഷാബി ലെവലിലേക്കൊക്കെ നമുക്ക് വരാം, വളരെ ഇതായിട്ട് ഉപയോഗിച്ച്. പക്ഷേ അതിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ഫിസിക്കലായിട്ട് നമുക്ക് ഈ കണ്ണ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന കണ്ണിനെ നമ്മൾ നോക്കൂ. ഒരു 6 മണിക്കൂർ ഉറങ്ങുമ്പം കണ്ണ് നമ്മൾ അടച്ചാണല്ലോ ഉറങ്ങുന്നത്. ബാക്കിയുള്ള സമയം മുഴുവൻ എൻ്റെ ഒരു 18 മണിക്കൂർ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ഈ കണ്ണിനെ നമുക്ക് എങ്ങനെ ആണ് ഒന്ന് വളരെ അതിന് ഒരു സിമ്പിൾ എക്സസൈസ്, ഇത് പലപ്പോഴും ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിന് പകരം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് കണ്ണ് വേണമെങ്കിൽ നമുക്ക് ഈ റൊട്ടേഷൻ എക്സസൈസിൽ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും നമുക്ക് റൊട്ടേഷൻ എക്സസൈസ് ചെയ്ത് വളരെ എക്സ്റ്റേണലി നമുക്ക് ഫിറ്റാക്കാൻ പറ്റും. നമുക്ക് കണ്ണിന് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ഒരു അവയവവും അനങ്ങാതെ നമുക്ക് ഈ കണ്ണിനെ മാത്രം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക്, മിഴി നേരെ മുകളിലേക്ക്, താഴേക്ക്, അതുപോലെ സൈഡ് ലെഫ്റ്റ് ഓർ റൈറ്റ്, അതുപോലെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. എൻ്റെ റൊട്ടേഷൻ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. തിരിച്ചു ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, ഈ 2 രീതിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ കണ്ണ് വേണമെങ്കിൽ ഒന്ന് ഇറുക്കി അടയ്ക്കുക, വീണ്ടും തുറക്കുക. അപ്പോൾ ഇറുക്കി അടയ്ക്കുമ്പം അടച്ചതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ എല്ലാ ഞരമ്പുകളും അല്ലെങ്കിൽ ഈ പറയുന്ന വെയിൻസ് ഇതുമായിട്ടെല്ലാം വളരെയേറെ പെട്ടെന്നൊന്ന് ഇതാകുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നീറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസഹനീയത ഇറിറ്റേഷൻ തോന്നിയാൽ അതിനർത്ഥം അത് നമുക്ക് എന്തോ നമ്മൾ അത് ഹെൽത്തി അല്ലെന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം ഇനിയുള്ള മാസങ്ങളിൽ ഈ അവയവം അത്ര കണ്ട് സജ്ജമാകേണ്ടതുണ്ട്, പെർഫെക്റ്റാണ്. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഈ കണ്ണിങ്ങനെ ഒന്ന് തിരുമ്മ, ഇതൊക്കെ ചിലപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ചെയ്യുന്നതായിരിക്കും. കണ്ണൊന്ന് തിരുമ്മുന്നത് കൊണ്ട് കണ്ണിന് ഒന്നും പറ്റുന്നില്ല, പുറമെ ഇങ്ങനെ ഒന്ന് കണ്ണ് തിരുമ്മ. ഇത്രയെങ്കിലും എല്ലാ ദിവസവും ചെയ്യാൻ ഒരു 2 അല്ല 3 മിനിറ്റല്ലേ വേണ്ടു. ഈ 3 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്കൊന്ന് മാറ്റി വെച്ചാൽ ഒരു പക്ഷേ ഏറ്റവും നല്ല പെർഫെക്റ്റായിട്ട് തെളിഞ്ഞ കണ്ണോടുകൂടി വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ, കാരണം നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളാണ്. ഇതിങ്ങനെയുള്ള എല്ലാം ഞാൻ പറയില്ല, എൻ്റെ ബോഡിക്കുള്ള എക്സസൈസ് കൊടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ അതെല്ലാം പറയുന്നില്ല. അതുപോലെ ഹെഡും അതേപോലെ ചെയ്യാവുന്നതാണ്, കൈ ചെയ്യാവുന്നതാണ്, നമ്മുടെ മുട്ട്, നടുവ് ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് ചുമ്മാ ഇരുന്ന് ഫുൾ ടൈം ഇങ്ങനെ ഒരേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികൾ ഒരുപക്ഷെ ഈ മറന്നു പോകുന്നൊരു കാര്യമല്ലേ. കാരണം ഈ പഠിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഒരു എക്സസൈസും ചെയ്യാത്തവരായിരിക്കും ഭൂരിഭാഗം പേര്. വളരെ സങ്കടം തോന്നും. സാറേ ഇരിപ്പിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യുന്നതാണ്, ഈ കുട്ടികൾക്ക് മാത്രമല്ല. ഇതാണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ സെക്കൻഡ് ഹാർട്ട് നമ്മുടെ കാഫ് മസിൽസാണ്. കാഫ് മസിൽസിന് വേണ്ടിയുള്ള സിമ്പിൾ എക്സസൈസ് നമ്മുടെ ഈ കാൽപാദം നിലത്ത് ഇങ്ങനെ കുത്തിയിട്ട് നമ്മുടെ ഉപ്പൂറ്റി ഇങ്ങനെ ഒന്ന് ചുമ്മാ പൊക്കിയാൽ മതി. അങ്ങനെ പൊക്കി ഒരു 3 മിനിറ്റ് ചെയ്താൽ പോലും അതിൻ്റേതായ ബ്ലഡ് സർക്കുലേഷൻ പറ്റും. കാഫ് മസിൽ സെക്കൻഡ് ഹാർട്ടാണെന്ന് ഇപ്പോൾ എത്രയോ വീഡിയോസിലൂടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതൊക്കെ ഒന്ന് സിമ്പിളാണ്. ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ശരീരം വളരെയേറെ സജ്ജമാകുന്നുണ്ട്. അപ്പോൾ ശരീരത്തെയും
മനസ്സിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു, ശരീരത്തെയും മനസ്സിനെയും സജ്ജമാക്കണം. തീർച്ചയായിട്ടും ഉന്നതമായ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി. നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? താങ്ങാനാവാത്ത സങ്കടമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ, ഞങ്ങളതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കുക. ഒരു നമ്മുടെ പ്രശ്നങ്ങളൊന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ ഒരു പരിഹാരമായില്ലേ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾക്ക് ഈ കോൾ ടൈം എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ വീട്ടുകാരെ വിളിച്ച് വീട്ടിലുള്ളവരെ വിളിക്കണം. പക്ഷേ ആകുലപ്പെട്ട തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയാൽ, അങ്ങനെ ചിട്ടപ്പെടുത്താൻ പ്രയാസമുള്ളവർക്ക് ഒരു വ്യക്തത ഇല്ലെങ്കിൽ വരും, കൗൺസിലിങ്ങിലും ഒക്കെ ആയിട്ട് നമുക്ക് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ ഒരു പറഞ്ഞ ധാരാളം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ചിലർക്കെങ്കിലും തോന്നും ഇതെല്ലാം റെഗുലറായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേന്ന് തോന്നും. പക്ഷെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് ഇന്നുകൊണ്ട് തീരുന്നില്ല. നീറ്റ് എക്സാം വരെ അല്ലെങ്കിൽ ഏതൊരു എക്സാം വരെയാണെങ്കിലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഓർമ്മപ്പെടുത്തൽ ധാരാളം. ഇപ്പം ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് പറയാൻ സമയം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു റെഗുലറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന എപ്പിസോഡുകളൊക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ് പലരും ചോദിക്കാറുണ്ട്, ഞാൻ പഠിക്കുന്നതും മറ്റു കുട്ടി പഠിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ പഠിക്കുന്നത്, പക്ഷേ എനിക്ക് മാത്രം മാർക്ക് കിട്ടുന്നില്ല, എനിക്ക് മാത്രം റാങ്ക് കിട്ടുന്നില്ല. അങ്ങനെ ധാരാളം പരാതികളിലൂടെയൊക്കെ കടന്നു പോകുന്നവരോട് പറയുകയാണ്, നമുക്കൊരു സ്മാർട്ട് വർക്കും കൂടെ വേണം. അതിൽ മെൻ്റൽ ഹെൽത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല. കാരണം പ്രായം നമുക്ക് തരുന്ന അനുഭവ പരിചയം വളരെ വലുതാണ്. നമുക്കൊരു പക്ഷേ 17-18 വയസ്സിൽ ആ തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല, നമ്മൾ അങ്ങനത്തെ കേട്ടിരിക്കുകയുമില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അവനവനെ തിരിച്ചറിയുവാനും സാറിനെ പോലെയുള്ള കൗൺസിലിംഗ് ടീമിൻ്റെ അടുത്ത് ചെന്ന് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ഉപയോഗിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് എപ്പിസോഡ്. വീണ്ടും അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.